ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ക്ഷേമ വിവരം അറിയാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും സ്നേഹവന്ദനം. 2 ദിവസം മുമ്പ് രാത്രിയിൽ പിറവത്തിന് സമീപമുള്ള ഇടയാർ എന്ന സ്ഥലത്ത് നടന്ന സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് മടങ്ങി വരുമ്പോൾ എന്റെ വാഹനത്തിൽ ഒരു ലോറി ചെറുതായിട്ടൊന്ന് തട്ടുകയുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് ഒരാഴ്ചയായി എന്റെ മനസ്സിൽ ഈ പ്രേരണ തരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സഭയിൽ ഒരിക്കലും ഇന്ന് വരെ ഈ 35 കൊല്ലത്തിനുള്ളിൽ പറഞ്ഞിട്ടില്ലാത്ത വിധം ചർച്ചിൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയെ ഉത്സാഹിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ശക്തമായി പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 11 മണിക്കും 12 മണിക്കും കിടന്നുറങ്ങുമ്പോൾ ഞാനും എന്നെ പോലെയുള്ള സുവിശേഷകരും 12 മണിക്ക് നാഷണൽ ഹൈവേയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ കുറെ കൂടെ ഉത്സാഹം കാണിക്കണമെന്ന് പറയുകയുണ്ടായി. എന്തുമാകട്ടെ, ഞങ്ങളുടെ സഭ, വിശേഷാൽ പിറവം സഭ, അത്യുത്സാഹത്തോടെ ആ വിഷയം ഏറ്റെടുത്ത് രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കൃപയാൽ ആ വലിയ അപകടം ഒഴിവായിപ്പോയി. അതിവേഗം പാഞ്ഞു വന്ന, ഗതിമാറി വന്ന, ഓവർ സ്പീഡിൽ വന്ന, റോങ് സൈഡ് വന്ന ആ ലോറി എന്റെ നേർക്ക് വന്നെങ്കിലും എന്റെ മുമ്പിലിടിക്കാതെ എന്റെ വണ്ടിയുടെ സൈഡിൽ തട്ടി. ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴേക്കും ലോറി നിർത്താതെ വിട്ടുപോയി. കൃപയാൽ എനിക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നേരം വെളുത്തിട്ട് 100-ലധികം ഫോണുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആരോഗ്യത്തോടെ ശുശ്രൂഷിക്കുന്നു. ഇന്ന് അടൂര് പ്രസംഗിക്കാൻ പോകുന്നു. ഇന്നലെ മാരാമണ്ണിൽ പ്രസംഗിച്ചു. പക്ഷെ ഒരു ദൂത്, ഒരു സന്ദേശം എനിക്ക് പറയാനുണ്ട്. റോമർ 15:31. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒരു പ്രസംഗത്തിന് വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. എന്നാൽ ലോകം കണ്ടതിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന മിഷണറി പൗലോസ് അപ്പോസ്തലൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കെഞ്ചുന്ന വാക്യങ്ങൾ അനവധിയുണ്ട്. ഈ തലമുറയിൽ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും പറയുന്നില്ല, ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങൾ അഭിഷിക്തന്മാർക്ക് വേണ്ടി, വചനം പറയുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്ക് വേണ്ടി കുറച്ചുകൂടെ സമയമെടുത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.